RSP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചവറയിൽ ഷിബു ബേബി ജോണും ഇരവിപുരത്ത് A അസീസും കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും മത്സരിക്കുമെന്ന് A അസീസ് അറിയിച്ചു. സിറ്റിംഗ് സീറ്റുകൾ വളരെ നേരത്തെ തന്നെ ജയിച്ച സീറ്റുകൾ അതാത് കക്ഷികൾക്കെന്ന് UDF ഉന്നതാധികാര സമിതി തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചത് തന്നെ. ഞങ്ങളുടെ 3 സിറ്റിംഗ് സീറ്റുകൾ, ഒന്ന് ചവറ, ഇരവിപുരം, കുന്നത്തൂർ, ഈ 3 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. ഒന്ന് ചവറ ഷിബു ബേബി ജോൺ. കോൺഗ്രസിന്റെ എല്ലാ MLA-മാരും മത്സരിക്കണമെന്നില്ലെന്ന് VM സുധീരൻ പറഞ്ഞു. വനിതകൾക്കും യുവാക്കൾക്കും പ്രാതിനിധ്യം നൽകുമെന്നും സുധീരൻ അറിയിച്ചു. കോൺഗ്രസിന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയായി 4 തവണയിൽ കൂടുതൽ മത്സരിച്ച് ജയിച്ചവരുടെ കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും പഴയ പട്ടികയിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടില്ലെന്നും സുധീരൻ പറഞ്ഞു. 82 സീറ്റുകളിലേക്കുള്ള പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ പക്കൽ ഇപ്പോൾ നിലവിലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിലേക്കുള്ള പ്രാഥമിക പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്, ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. എങ്കിലും ചില കാര്യങ്ങളിലൊക്കെ ഒരു അവസാനവട്ട തീരുമാനം ഉണ്ടാകണം. സ്വാഭാവികമായി സിറ്റി MLA-മാരുടെ എല്ലാവരുടെയും പേര് അയക്കുന്നുണ്ട്, ഒരാളെ പോലും ഒഴിവാക്കുന്നില്ല. അല്ല, സ്വാഭാവികമായി യുവാക്കൾക്കും വനിതകൾക്കും മറ്റേത് കാലത്തേക്കാളും കൂടുതൽ പ്രാതിനിധ്യം ഈ പട്ടികയിൽ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. UDF ഉഭയകക്ഷി ചർച്ചകൾ പരാജയപ്പെട്ടു. സീറ്റുകൾ വെച്ചുമാറണമെന്ന JDU-വിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളിയതോടെ ചർച്ച അലസിപ്പിരിഞ്ഞു. 7 സീറ്റിലും കോൺഗ്രസ് തന്നെ മത്സരിക്കൂവെന്ന് പറഞ്ഞ് JDU ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയി. വിജയസാധ്യതയുള്ള സീറ്റ് നൽകാത്തതിനെ തുടർന്ന് RSP-യുമായുള്ള ചർച്ചയും വഴിമുട്ടി. ജനതാദൾ യു സീറ്റുകൾ വെച്ചുമാറണമെന്ന ആവശ്യമാണ് പ്രധാനമായും ക്ലിഫ് ഹൗസിൽ നടന്ന കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. മട്ടന്നൂർ, എലത്തൂർ, നേമം എന്നീ മണ്ഡലങ്ങളാണ് JDU മാറ്റണമെന്നാവശ്യപ്പെട്ടത്. നേമത്തിന് പകരം കോവളം എന്നുള്ള JDU-വിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചതാണ് ചർച്ച വഴിമുട്ടാനിടയാക്കിയത്. കായംകുളമാണ് പാർട്ടി ചോദിക്കുന്ന മറ്റൊരു സീറ്റ്. എന്നാൽ ഇതും കോൺഗ്രസ് അംഗീകരിച്ചില്ല. എന്നാൽ JDU-വിനുള്ള 7 സീറ്റിലും കോൺഗ്രസ് തന്നെ മത്സരിക്കൂ എന്ന് വീരേന്ദ്രകുമാർ അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കി ചർച്ചയിൽ നിന്നും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇനിയുള്ള ചർച്ചകൾ ദില്ലിയിൽ മാത്രമാകും നടക്കുകയെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു. തുടർന്ന് RSP-യുമായി നടന്ന ഉഭയകക്ഷി ചർച്ചയും പരാജയപ്പെട്ടു. 6 സീറ്റാണ് RSP ആവശ്യപ്പെട്ടത്. എന്നാൽ 5 എണ്ണം എന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചുനിന്നു. ആറ്റിങ്ങൽ, മാവേലിക്കര എന്നീ വിജയസാധ്യതയില്ലാത്ത സീറ്റുകൾ മാറ്റി നൽകണമെന്ന ആവശ്യവും കോൺഗ്രസ് അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് ചർച്ച അലസിയത്. ഇരുവരുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. തിങ്കളാഴ്ചയാണ് കേരള കോൺഗ്രസ് എമ്മുമായും ജേക്കബ് വിഭാഗവുമായുള്ള അവസാനവട്ട സീറ്റ് ചർച്ച തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസ് നിലപാട് മയപ്പെടുത്തുന്നില്ലെങ്കിൽ ചർച്ചകൾ അനിശ്ചിതത്വത്തിലാകും എന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂരിനെതിരെ അങ്കമാലിയിൽ പോസ്റ്ററുകൾ. ഓട്ടോയിൽ കയറാൻ പോലും ആളില്ലാത്ത പാർട്ടിയുമായി വന്ന് MLA-ആകാൻ അനുവദിക്കില്ലെന്നും ഭയപ്പെടുത്തി സീറ്റ് വാങ്ങി മത്സരിക്കാമെന്ന് ഘടകകക്ഷികൾ നോക്കണ്ട എന്നുമാണ് സേവ് കോൺഗ്രസിന്റെ പേരിലുള്ള പോസ്റ്ററിൽ പറയുന്നത്. അങ്കമാലി സീറ്റിനെ ചൊല്ലി UDF-ൽ തർക്കം ശക്തമാകുന്ന വേളയിലാണ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂരിനെതിരെ പോസ്റ്ററുകൾ പ്രചരിക്കുന്നത്. ഓട്ടോയിൽ കയറാൻ പോലും ആളില്ലാത്ത പാർട്ടിയുമായി വന്ന് അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ അതിനെ അനുവദിക്കില്ല എന്നാണ് സേവ് കോൺഗ്രസിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ പറയുന്നത്. അങ്കമാലി, ഇത് വിമോചന സമരത്തിന്റെ നാട്, കോൺഗ്രസിന്റെ ഉറച്ച മണ്ണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ അവഗണിച്ചാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും പോസ്റ്ററിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഘടകകക്ഷികളുടെ കയ്യിൽ നിന്ന് അങ്കമാലി സീറ്റ് ഏറ്റെടുക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് ആവശ്യപ്പെടുന്ന പോസ്റ്ററിൽ ഭയപ്പെടുത്തി അങ്കമാലി സീറ്റിൽ മത്സരിക്കാമെന്ന് ഘടകകക്ഷികൾ വിചാരിക്കേണ്ട എന്നും കോൺഗ്രസിന്റെ മണ്ണ് കണ്ട് ഘടകകക്ഷികൾ കൊതിക്കേണ്ട എന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7170 വോട്ടിന് ജനതാദൾ എസ് നേതാവ് ജോസ് തെറ്റേലിനോട് പരാജയപ്പെട്ടെങ്കിലും ഈ സീറ്റ് കിട്ടിയേ തീരൂ എന്ന കടുംപിടുത്തമാണ് ജോണി നെല്ലൂരിനുള്ളത്. എന്നാൽ NSU ദേശീയ പ്രസിഡന്റ് റോജി M. ജോണിന് സീറ്റ് നൽകണം എന്ന ആവശ്യത്തിൽ കോൺഗ്രസ് നേതാക്കളും ഉറച്ചു നിൽക്കുകയാണ്. റോജി M. ജോണിനു വേണ്ടി അണികൾ അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട്. അങ്കമാലി സീറ്റിനെ ചൊല്ലിയുള്ള UDF-ലെ ചർച്ച അന്തിമഘട്ടത്തോടടുക്കുമ്പോഴാണ് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് പോസ്റ്ററുകൾ വ്യാപകമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ കെ രാമചന്ദ്രൻ മാസ്റ്ററുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഭൂമി മാത്രമല്ല വായുവും വെള്ളവും ആകാശവും സൂര്യനും വിവിധ കമ്പനികൾക്ക് തീറെഴുതി നൽകിയ സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം ദൈവമായിരിക്കുമെന്നാണ് രാമചന്ദ്രൻ മാസ്റ്ററുടെ വിമർശനം. ദൈവമേ അങ്ങ് കരുതിയിരിക്കണമേ എന്ന തലക്കെട്ടിലാണ് പോസ്റ്റ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമാകാത്ത മണ്ഡലങ്ങളിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും. ജില്ലാ കമ്മിറ്റികളും സെക്രട്ടേറിയറ്റുകളും പരിശോധിച്ച ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സമർപ്പിച്ച പട്ടികയാണ് ഇന്ന് പരിശോധിക്കുക. CPIM മത്സരിക്കുന്ന ഭൂരിപക്ഷ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമായിരുന്നു. ഇടുക്കിയിൽ കടബാധ്യതയെ തുടർന്ന് ഏലം കർഷകൻ സ്വയം ചിതയൊരുക്കി ആത്മഹത്യ ചെയ്തു. ഇടുക്കി പൂപ്പാറയിലാണ് സംഭവം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇടുക്കി പൂപ്പാറ വട്ടത്തോട്ടിൽ വീട്ടിൽ വിജയൻ ആത്മഹത്യ ചെയ്തത്. 2 ഏക്കർ പാട്ടഭൂമിയിൽ ഏലകൃഷി ചെയ്തു വരികയായിരുന്നു വിജയൻ. ഏലത്തിന്റെ വിലയിടിഞ്ഞതോടെ പ്രതിസന്ധിയിലായ വിജയൻ ഭാര്യയുടെ ചികിത്സയ്ക്കും പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിരുന്നു. ഇതാണ് സ്വയം ചിതയൊരുക്കി ആത്മഹത്യ ചെയ്യാൻ കാരണമായതെന്ന് പറയുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം വിജയന്റെ അനുജന്റെ വീടിന് സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. ഭാര്യയെയും മകനെയും മരുമകളെയും വിജയൻ അവിടേക്ക് പറഞ്ഞുവിട്ടു. തുടർന്ന് ഇന്ന് രാവിലെ വീട്ടുമുറ്റത്ത് കിഴക്ക് വശത്തായി ചിതയൊരുക്കി. കർപ്പൂരവും മറ്റു പൂജാതി സാധനങ്ങളും ചിതയിൽ നിക്ഷേപിച്ചു. തുടർന്ന് ചിതയിൽ കിടന്ന് നേരത്തെ കയ്യിൽ കരുതിയിരുന്ന ഡീസലും പെട്രോളും ശരീരത്തേക്ക് ഒഴിച്ചു. സ്വയം തീ കൊളുത്തി. ഇന്ന് രാവിലെ വീടിന് സമീപത്ത് തീ ഉയരുന്നത് കണ്ട അയൽവാസിയാണ് വിജയന്റെ മകനെ ഫോണിൽ ഇക്കാര്യം അറിയിച്ചത്. ഇവർ എത്തി നടത്തിയ പരിശോധനയിലാണ് ചിതയ്ക്കുള്ളിൽ വിജയന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഫെബ്രുവരി 15, മാർച്ച് 25 എന്നീ തീയതികൾ രേഖപ്പെടുത്തിയ 2 ആത്മഹത്യാക്കുറിപ്പുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്നും കത്തിൽ പറയുന്നു. തന്റെ ആത്മഹത്യയിൽ മറ്റാർക്കും ബന്ധമില്ലെന്നും കത്തിൽ സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തിരുവനന്തപുരം മലയൻകീഴിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. അജിത്താണ് കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. വാഴകൃഷിക്കായി നരുവാമൂട് സഹകരണ ബാങ്കിൽ നിന്ന് 3 ലക്ഷം രൂപ ഭാര്യ റജിയുടെ പേരിൽ അജി വായ്പയെടുത്തിരുന്നു. വാഴകൃഷി നഷ്ടമായതോടെ തിരിച്ചടവ് മുടങ്ങി. ഇളവ് തേടി ബാങ്കിനെ സമീപിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ബാങ്ക് അധികൃതർ പണം തിരികെ അടയ്ക്കണമെന്ന് വ്യക്തമാക്കി അജിക്ക് നോട്ടീസ് നൽകി. പണം അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് അധികൃതർ പറഞ്ഞതായി ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് കോടതി ഹാജരാവണമെന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. അപ്പോൾ അതിനുശേഷം പുള്ളി മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നലെ പെട്ടെന്ന് കയറി അങ്ങ് ഇന്ന് 11 മണിക്ക് ചെല്ലണമെന്നാണ് അവർ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ റെക്കോർഡൊക്കെ ഉണ്ട് വരികയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അധികൃതർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് അജിയുടെ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വിവാദ ഉത്തരവുകൾ LDF അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. കരുണ അടക്കമുള്ള എല്ലാ കരാറുകളും റദ്ദാക്കുമെന്നും VS പറഞ്ഞു. സംസ്ഥാനത്ത് 5 ലക്ഷത്തോളം ഏക്കർ സ്ഥലമാണ് നഷ്ടപ്പെടണമെന്ന് പറയണം. UDF ഗവൺമെന്റിന്റെ ഉമ്മൻചാണ്ടിയുടെ എല്ലാം പരിഷ്കാരങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അതെല്ലാം പൊളിച്ചു നീക്കും. വിഷുവിന് വിഷരഹിത പച്ചക്കറി ക്യാമ്പയിന്റെ ഭാഗമായി 1500 കേന്ദ്രങ്ങളിൽ പച്ചക്കറി വിപണി ആരംഭിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. വിഷുവിനായി പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നവംബറിൽ തന്നെ ആരംഭിച്ചിരുന്നു. 25,000 ഏക്കർ സ്ഥലത്തു നിന്നും വിളവെടുത്ത പച്ചക്കറി വിൽപ്പനയ്ക്കായി സംസ്ഥാനത്ത് 91 വിപണികളും ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ ആദ്യവാരത്തോടെ വൻതോതിൽ ഉൽപ്പാദനം തുടങ്ങി അവ പൂർണ്ണമായും വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനവും ഒരുക്കും. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിലെ സർക്കാർ നിസ്സംഗതയെ തുടർന്ന് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കൂടിയാണ് പദ്ധതിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ലിബിയയിൽ മിസൈൽ ആക്രമണത്തിൽ മലയാളികൾ കൊല്ലപ്പെട്ടു. കോട്ടയം സ്വദേശികളായ അമ്മയും കുഞ്ഞുമാണ് മരിച്ചത്. വെളിയന്നൂർ തുളസി ഭവനിൽ വിപിന്റെ ഭാര്യ സുനുവും മകനുമാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 ലിബിയയിലെ സബ്രാത്തയിലാണ് ആക്രമണമുണ്ടായത്. ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ ഫ്ളാറ്റിലായിരുന്നു സുനുവും മകനും. ഇവരിരുന്ന മുറിക്കുള്ളിൽ ഷെൽ പതിക്കുകയായിരുന്നു. ആശുപത്രിയുടെ ഉടമസ്ഥയിലുള്ള 4 നില ഫ്ളാറ്റിൽ മറ്റ് രാജ്യക്കാരായ ചിലരും മരിച്ചതായാണ് സുനുവിന്റെ സുഹൃത്തുക്കൾ നാട്ടിൽ നൽകിയിട്ടുള്ള വിവരം. സുനുവും ഭർത്താവ് വിപിനും കഴിഞ്ഞ 3 വർഷമായി ലിബിയയിലാണ് താമസം. 2012 വിവാഹത്തിന് ശേഷം ലിബിയയിലെത്തിയ ഇവർ പിന്നീട് നാട്ടിലെത്തിയിട്ടില്ല. ലിബിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് അടുത്ത മാസം പകുതിയോടെ ജോലി അവസാനിപ്പിച്ച് നാട്ടിലെത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു വിപിനും കുടുംബവും. രേഖകളും ജോലി ചെയ്ത പണവും ലഭിക്കാതെ വന്നപ്പോഴാണ് യാത്ര നീട്ടാൻ ഇടയാക്കിയതെന്ന് വിപിന്റെ സഹോദരൻ തുളസീധരൻ പീപ്പിൾ TVയോട് പറഞ്ഞു. 12 ജനുവരിയിലാണ് സുനു അങ്ങോട്ട് പോകുന്നത്. ഇന്നലെ രാവിലെ വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം
മണിയോടുകൂടി 3:30 വരെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടതാണ്. ലിബിയയിലെ സബരീത്ത ആശുപത്രിയിൽ നഴ്സാണ് വിപിനും മരിച്ച സുനുവും. സുനുവിന്റെയും മകന്റെയും മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഭാഗമായി ചില വഴികളടച്ചതിനാൽ ഇവരുടെ കുടുംബത്തെ അറിയുന്നവർക്ക് നേരിട്ടെത്തി നടപടികളിൽ ഇടപെടാൻ തടസ്സം നേരിടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഫാദർ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയത് IS ഭീകരർ തന്നെയാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്ഥിരീകരണം. കേന്ദ്രമന്ത്രി സുഷമ സ്വരാജാണ് ഇക്കാര്യം അറിയിച്ചത്. മാർച്ച് 4-ലാണ് ഫാദറിനെ യമനിൽ നിന്നും കാണാതായത്. ഫാദറിനെ സുരക്ഷിതമായി തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം തുടരുകയാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 4-ാം തീയതി തെക്കൻ യമനിലെ ഏദനിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹം നടത്തുന്ന വൃദ്ധസദനത്തിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനിടെയാണ് വൈദികൻ ടോം ഉഴുന്നലിനെ കാണാതായത്. ആക്രമണത്തിൽ 4 കന്യാസ്ത്രീകൾ ഉൾപ്പെടെ 16 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിന് ശേഷം കാണാതായ ഫാദർ ടോം ഉഴുന്നലിനെ IS തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതാണെന്ന് അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് ഇക്കാര്യം അറിയിച്ചത്. അദ്ദേഹത്തെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും സുഷമ സ്വരാജ് അറിയിച്ചു. എന്നാൽ അദ്ദേഹത്തെ എവിടെയാണ് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അയൽരാജ്യമായ ജിബൂട്ടിയിലെ എംബസി വഴിയാണ് ഇന്ത്യ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹൈദരാബാദ് സർവകലാശാലയിൽ അരങ്ങേറിയത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികളാണ് എന്ന് തെളിയുന്നു. VC ചുമതലയേൽക്കുന്ന ദിവസം അപ്പാറാവു സഹായികൾക്ക് നൽകിയ മാർഗനിർദ്ദേശ പത്രിക പുറത്തായി. ചുമതല ഏറ്റാലുടൻ MBA അറിയിക്കണമെന്നാണ് പത്രികയിലെ നിർദ്ദേശം. ആവശ്യമായ പോലീസ് സേനയെ വിന്യസിക്കണമെന്നും മുൻകൂട്ടി നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാരും അപ്പാറാവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ പീപ്പിൾ TVക്ക് ലഭിച്ചു. ദളിത് വിദ്യാർത്ഥിയുടെ മരണത്തിന് ഉത്തരവാദിയായ അപ്പാറാവു വീണ്ടും VCI ചുമതല ഏറ്റെടുത്തത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പീപ്പിൾ TVക്ക് ലഭിച്ചത്. ചുമതലയേൽക്കുന്ന സമയത്ത് നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് സർവകലാശാല ബോർഡ് അംഗങ്ങൾക്കും പേഴ്സണൽ അസിസ്റ്റന്റ് കൃഷ്ണപ്രസാദിനും നൽകിയിരിക്കുന്ന നിർദ്ദേശപത്രികയിലാണ് കേന്ദ്ര സർക്കാർ പിന്തുണ വ്യക്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 22-ന് ചുമതലയേൽക്കുന്നതിന് മുമ്പ് MPയും കേന്ദ്ര തൊഴിൽ മന്ത്രിയുമായ ബന്ദാരു ദത്താത്രേയോട് ചുമതല ഏറ്റെടുക്കുന്ന കാര്യം ഫോണിലൂടെ അറിയിക്കാനാണ് അപ്പാറാവു നിർദ്ദേശിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ പ്രതിഷേധമുയർത്തിയാൽ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാൻ ആവശ്യപ്പെടാനും പേഴ്സണൽ അസിസ്റ്റന്റ് കൃഷ്ണപ്രസാദിനോട് അപ്പാറാവു നിർദ്ദേശിച്ചു. ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്താൽ ഇമെയിൽ മുഖാന്തരം ആദ്യം MPയെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്ഥാനം ഏറ്റെടുക്കുന്നതിനായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ രജിസ്ട്രാർക്കും ബോർഡ് അംഗങ്ങൾക്കും നിർദ്ദേശം നൽകി. ഹൈദരാബാദിൽ അരങ്ങേറിയ സംഭവങ്ങളിൽ യാതൊരു പങ്കുമില്ലെന്നാണ് തെലങ്കാന സർക്കാർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചത്. എന്നാൽ VC അപ്പാറാവും കേന്ദ്ര സർക്കാരും തമ്മിൽ കണക്കുകൂട്ടി നടപ്പാക്കിയ പദ്ധതിയാണ് സർവകലാശാലയിൽ അരങ്ങേറിയതെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പത്താൻകോട്ട് ഭീകരാക്രമണം അന്വേഷിക്കുന്ന പാകിസ്ഥാൻ സംഘം നാളെ ഇന്ത്യയിലെത്തും. പത്താൻകോട് സൈനിക താവളത്തിലെത്തി 5-അംഗ അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കും. അതിനിടെ ഇന്ത്യൻ ചാരനെ പിടികൂടിയെന്ന പാകിസ്ഥാൻ ആരോപണം ഇന്ത്യ നിഷേധിച്ചു. പട്ടാൻകോട്ട് ഭീകരാക്രമണത്തിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ സ്വീകരിക്കുന്നതിനായാണ് പാക് സംഘം ഞായറാഴ്ച ഇന്ത്യയിലെത്തുന്നത്. അന്വേഷണ സംഘത്തിലെ 5 പേർക്കും വിദേശകാര്യ മന്ത്രാലയം വിസ അനുവദിച്ചു. പട്ടാൻകോട്ട് സൈനിക താവളത്തിലെത്തി തെളിവെടുക്കുന്ന സംഘം NIA ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. അതിനിടെ ഇന്ത്യൻ ചാരനെ പിടികൂടിയെന്ന ഗുരുതര ആരോപണങ്ങളുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയത് ഇന്ത്യ നിഷേധിച്ചു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയിൽ പ്രവർത്തിച്ചിരുന്ന നാവികസേന ഉദ്യോഗസ്ഥനെ പിടികൂടിയെന്നായിരുന്നു പാക് ആരോപണം. ഭൂഷൺ യാദവ് എന്ന പേരുള്ള ഇയാൾ ബലൂചിസ്ഥാനിലും കറാച്ചിയിലും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായും ആഭ്യന്തരമന്ത്രി മീർ സർഫാസ് ഗുപ്തി ഇന്ത്യൻ സ്ഥാനപതി ഗൗതം ബംബാവിയെ വിളിച്ചു വരുത്തി അറിയിച്ചു. എന്നാൽ പാകിസ്ഥാൻ ആരോപണങ്ങൾ ഇന്ത്യ തള്ളി. ഉദ്യോഗസ്ഥൻ നേരത്തെ തന്നെ നാവികസേനയിൽ നിന്ന് വിരമിച്ചതാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആലപ്പുഴ മണ്ഡലത്തിലെ 17 കേന്ദ്രങ്ങളിലെ പൊതുസ്ഥലം ശുചീകരിച്ച് ഡോക്ടർ തോമസ് ഐസക്കിന്റെ മാതൃകാപരമായ പ്രവർത്തനം ശ്രദ്ധേയമായി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനം നടന്നത്. LDF അധികാരത്തിൽ വന്നാൽ കേരളം മാലിന്യമുക്തമാക്കുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. ഡോക്ടർ തോമസ് ഐസക് MLA മണ്ഡലത്തിൽ നടപ്പിലാക്കി വിജയിച്ച പദ്ധതികളായ ഉറവിട മാലിന്യ സംസ്കരണവും നിർമ്മല ഭവനം നിർമ്മല നഗരം എന്ന പരിപാടിയുടെയും ചുവടുപിടിച്ചാണ് തൻ്റെ മണ്ഡലത്തിലെ 17 കേന്ദ്രങ്ങളിൽ പൊതുസ്ഥലങ്ങളും മറ്റും വൃത്തിയാക്കി MLA മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചത്. MLA തന്നെ ചൂലും മൺവെട്ടിയുമൊക്കെയായി മാലിന്യ നിർമ്മാർജ്ജനത്തിനിറങ്ങിയതോടെ നാട്ടുകാരും പ്രവർത്തകരും മാതൃകാപരമായ ഈ പ്രവർത്തനത്തിന് പിന്തുണയുമായി രംഗത്തെത്തി. ആദ്യം കലവൂർ മാർക്കറ്റിലാണ് ശുചീകരണ പ്രവർത്തനം നടന്നത്. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ സന്ദേശം നൽകുന്നു. സന്ദേശം നൽകുക മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദൃഢനിശ്ചയം ഞങ്ങൾ ഈ കേരളത്തെ മാറ്റും. അതിനൊരു പരിപാടിയുണ്ട്. വലിയ കാര്യങ്ങൾക്ക് മാത്രമല്ല, ചെറുകാര്യങ്ങൾക്കും കൃത്യമായ വ്യക്തതയോടെയുള്ള കാഴ്ചപ്പാടുണ്ട്.
എന്നുള്ള സന്ദേശം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ നൽകുകയാണ്. 2 ആഴ്ചയ്ക്കകം മണ്ഡലത്തിലെ 157 ബൂത്തുകളിലും ഇതുപോലെ ശുചീകരണ പ്രവർത്തനം നടത്തുമെന്ന് ഐസക് പറഞ്ഞു. രാവിലെ 7 മണിയോടെയാണ് ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ആലപ്പുഴ മണ്ഡലത്തിലെ മാതൃകാപരമായ ഉറവിട മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ മറ്റ് നഗരസഭാ പ്രതിനിധികളും ഇന്ന് നടന്ന ശുചീകരണ പ്രവർത്തനം നേരിട്ട് കണ്ട് വിലയിരുത്താൻ എത്തിയിരുന്നു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.